കൂടപ്പെട്ടവരോടായിട്ട് ഒരു കാര്യം ഓർപ്പിക്കും, എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ ചൊല്ലിയോ ചൊലുത്തിയോ പ്രസംഗിച്ചോ ആർക്കും ആരെയെങ്ങും വിടാൻ ഒക്കത്തില്ല. ചന്ദ്രപ്പച്ചൻ വന്നാലും ആള് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയല്ല. അപ്പം മരിക്കുന്നതിന് മുന്നേ രക്ഷിക്കപ്പെടണം. അതിന് 5 പൈസ മുടക്കില്ല, അരക്കാശ് മുടക്കില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരണം ഒരു ദിവസം നമ്മെ വന്ന് പിടികൂടും. ആ മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ പ്രസംഗിച്ചോ എന്നും വിടാനൊക്കത്തില്ല. ഞാനോ അല്ല മറ്റുള്ളവരോ നീട്ടി പാടിയത് കൊണ്ട് നോക്കുകയല്ല. ധനവാ മരിച്ചു യാഥാസ്ഥലത്തായിരുന്നു, അവിടെ കിടന്നോണ്ടാ പുള്ളി മേലോട്ട് നോക്കിയത്. ആ നോട്ടം ജീവിച്ചിരിക്കുമ്പോൾ നോക്കുകയായിരുന്നേ രക്ഷപ്പെട്ടേനം. മരിച്ചു കഴിഞ്ഞ് താപ്പോട്ട് നോക്കിയാലില്ല, മേപ്പോട്ട് നോക്കിയാലില്ല. ജീവിച്ചിരിക്കുന്ന മേപ്പോട്ട് നോക്കി ദൈവത്തെ അറിഞ്ഞ് ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അന്വേഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. ഇവിടെ വലിയ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ പൂക്കളെല്ലാം കൊണ്ട് തല എവിടാ കാലെവിടാന്ന് കാണുകയല്ല. അടുത്ത സമയത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്താൽ ഉമ്മ വെക്കുകയും 2 കൊല്ലവും കൂടെ ജീവിച്ചിരിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കത്തില്ല, വെള്ളം കൊടുക്കുകയല്ല, ചെല്ലുകയല്ല, മിണ്ടുകയല്ല. മരിച്ചു കഴിഞ്ഞ് കടയിൽ കിടക്കുന്ന പൂവെല്ലാം കൂടെ കൊണ്ട് വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലൊരു തോർത്ത് കൊടുത്താൽ കുളിച്ച് തോർത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അമ്മ മരിച്ചല്ലേ, അപ്പം മരിച്ചു കിടക്കുമ്പം കടയിൽ കിടക്കുന്ന തുണിയെല്ലാം കൂടെ കൊണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സൊടുക്കുവാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് 10 മിനിറ്റ് ഇരുന്ന് ആ കവളത്ത് 2 ഉമ്മ വെച്ച് കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാക്കി ഇന്നയാൾ ആ ഉമ്മ തന്നെന്ന്. 2 കൊല്ലവും കൂടെ ജീവിച്ചിരിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലത്തുമില്ല, വെള്ളം കൊടുക്കൽ, അന്വേഷിക്കൽ, അനാഥശാലയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിട്ടേച്ച് അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പം മാറി മാറി ഉമ്മ വെച്ചിട്ടൊന്നും വലിയ പ്രയോജനം. ഉമ്മ വെക്കുമ്പോഴും നോക്കുക, ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയാ വെക്കുന്നത്. ഒരു കാര്യം പറയാം, അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നുകൂടെ ആവർത്തിക്കാം: യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.